ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പിൻ്റെ നാളുകളിലൂടെയാണല്ലോ ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധവും പരിപാവനവുമായ 50 നോമ്പ് 2 ആഴ്ചകൾ പിന്നിട്ട് 3-ാമത്തെ ആഴ്ചയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. 50 ദിവസവും നോമ്പെടുക്കുന്ന ആളുകളും എന്നെ കേൾക്കുന്നുണ്ട്. പാതി നോമ്പിന് ശേഷം മാത്രം നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ കഷ്ടാനുഭവിച്ചയിൽ മാത്രം നോമ്പെടുക്കുന്ന ആളുകളും ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവാം. എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന നോമ്പ് എന്ന് പറയുന്നത് ഇറച്ചിയും മത്സ്യവും എല്ലാം ഒഴിവാക്കി, അല്ലെങ്കിൽ പാലും മുട്ടയും ഒക്കെ ഒഴിവാക്കി നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം വരുത്തുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ നോമ്പ് എന്ന ഒരു കാഴ്ചപ്പാട് തന്നെ ഭക്ഷണം ക്രമീകരിച്ച്, അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കി പച്ചക്കറി ഭക്ഷണം കഴിച്ച് കുറച്ച് ദിവസങ്ങളിലായിരിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്താണ് നോമ്പ്? വേദപുസ്തകം നോമ്പിനെ പറ്റി എന്താണ് പറയുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിൽ ഒരു പുസ്തകത്തിലും പുതിയ നിയമത്തിൽ ഒരു പുസ്തകത്തിലും നോമ്പിനെ പറ്റി കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. വേദപുസ്തകം ആദ്യോടന്തം പരിശോധിക്കുമ്പോൾ 7 പ്രാവശ്യം നോമ്പ് എന്നുള്ള പദം ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 6 പ്രാവശ്യവും ഉപയോഗിക്കുന്നത് യെശയ്യാ പ്രവചന പുസ്തകത്തിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ 5, 6, 7 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് യഹോവയ്ക്ക് ഇഷ്ടമുള്ള നോമ്പ്, എന്താണ് യഹോവ പ്രസാദിക്കുന്ന ഉപവാസം എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. 58-ന്റെ 6-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നത്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? പ്രിയപ്പെട്ടവരെ, നോമ്പിനെയും ഉപവാസത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഇംഗ്ലീഷിലെ ആ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്: ലൂസ് ദ ബോൺസ് ഓഫ് വിക്കഡ്നെസ്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. 58-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ലൂസ് ദ ബോൺസ് ഓഫ് വിക്കഡ്നെസ്, അതിന്റെ തന്നെ അവസാന വാക്യം ബ്രേക്ക് എവരി യോക്ക്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. പ്രിയപ്പെട്ടവരെ, എന്ത് അന്യായ ബന്ധനങ്ങളിലാണ് ഇന്നത്തെ നമ്മുടെ സമൂഹമായിരിക്കുന്നത്? നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ സമൂഹവും ആയിരിക്കുന്ന അന്യായ ബന്ധനങ്ങളെ തകർക്കുവാനാണ് ഈ നോമ്പ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിൽ +1 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ മൊബൈൽ ഫോൺ പിടിച്ചപ്പോൾ ആ കുട്ടി അധ്യാപകനോട് പറയുന്ന വാക്ക്, ഞാൻ പുറത്തു വന്നാൽ താങ്കളെ കൊന്നുകളയുമെന്നാണ്. ലഹരി എന്നുള്ള ബന്ധനത്തിലായിരിക്കുന്ന ആ ഒരു കുഞ്ഞ് സ്ഥലകാല ബോധം മറന്ന് അവന്റെ അധ്യാപകനെ കൊന്നുകളയുമെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും സുലഭമായി ലഭിക്കുന്ന ലഹരി എന്നുള്ള മാരകമായ വിഷലഹരികൾക്ക് ഇന്ന് നമ്മുടെ സമൂഹം
ബന്ധിതരായിരിക്കുകയാണ്. ലഹരി എന്നുള്ള ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സമൂഹമാണ്. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയാതെ 72 വയസ്സുള്ള മാതാവിനെ സ്വന്തം മകൻ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ സമൂഹം എവിടേക്ക് എത്തി എന്നൊന്ന് ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ബന്ധനങ്ങളെ തകർക്കുവാനാണ് ഈ വർഷത്തെ നോമ്പ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എല്ലാ ബന്ധനങ്ങളെയും തകർത്ത് ദൈവപക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുവാൻ ഈ വർഷത്തെ നമ്മുടെ നോമ്പും ഉപവാസവും നമുക്ക് സഹായകമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.